നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവൂല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി. അളിയെ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട. പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരില്ല എന്ന് പറയാ. ഒട്ടെ അത് കയറിക്കാം. കള്ള് തുള്ളി കഴിക്കണോ? കാശ് കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണോക്ക് കാശാ. എന്നിട്ട് ഇവന്മാർ എത്താനോടെ കളി വയ്ക്കും. പാലിയാ സൈക്കിൾ. സൈക്കിളാ? വല്ലതും പറ്റിയോ? ഇല്ല. അളിയാ, നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ. പേടിച്ചൂറിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ. ഈ സേതുവിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും പോട്ടെ. ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തല കൊയ്യൂന്നാ പറയണേ. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര?